കേരളക്കരക്ക് 2018 ഈ വൈറ്റ് ഗാർഡ് എന്ന സംവിധാനത്തെ ഈ മനസ്സുകളിലേക്കും ജനങ്ങൾക്കും വേണ്ടി ഇറക്കിയ ഒരു വ്യക്തിത്വമാണ് സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. തങ്ങളുടെയും റൂസിന്റെയും ഒക്കെ ഒരു ദീർഘവീക്ഷണം. അത് നമുക്കറിയാം, പണ്ട് ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു, വേറെ വൈറ്റ് കാർഡ് ഉണ്ടായിരുന്നു, പല സംവിധാനം ഉണ്ടായിരുന്നു. അതിനൊക്കെ പുറമെ അത് ഇന്ന് എല്ലാ മേഖലകളിലും ആളുകൾക്ക് വളരെ തണലേകുന്ന രീതിയിലാണ് വൈറ്റ് ഗാർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റ് ഗാർഡിന്റെ വീടുകൾ ഓരോരുത്തരുത്തും റാഫിയുടെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളിവിടെ കുറെ ദിവസം താമസിക്കുമ്പോൾ രാത്രിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചില ആളുകളുടെ ഉമ്മ ഹോസ്പിറ്റലാണെന്ന് പറയും. അപ്പോ പെങ്ങളെയും അനിയനെയും വിട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ, ഇപ്പൊ കുഴപ്പമില്ല, നാളെയും കൂടി വർക്ക് കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ പോവാന്നൊക്കെ പറയുന്ന വൈറ്റ് ഗാർഡുകൾ ഉണ്ട് ഇവിടെ. അവരെ വീട്ടിലൊക്കെ അത്രയും ബുദ്ധിമുട്ടും വലിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് 40 ദിവസവും 35 ദിവസമൊക്കെ ഈ ഹോട്ടലിൽ നമ്മളെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന ഒരു ബനിയനാണ് ഇവർക്ക് ആകെ ഉണ്ടാവുള്ള ഒരു ബനിയൻ. രാവിലെ ഈ ചളിയില് ആളുകളെ റെസ്ക്യൂവിന് വേണ്ടി പോവുകയും പലതും ചെയ്ത് വന്ന് വൈകിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇട്ട ബനിയൻ തിരുമ്പിയിട്ട് ആറിടും, നാളെ രാവിലെ ഇടാൻ വേണ്ടിയിട്ട്. അത് ആറിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങൂല, അപ്പത്തിനും വിളിക്കും. 6 മണി 7 മണിയാകുമ്പത്തിനും ഡെപ്യൂട്ടി കളക്ടറോ നവാസിനെയോ ഫസലിനെയോ ഷിയാബിനെയോ നമ്മളെ ഷുക്കൂറിനൊക്കെ വിളിക്കും. ഷുക്കൂർ വരും, ആ ബനിയനിട്ട് വൈറ്റ് കാർഡ് വീണ്ടും ഇറങ്ങും, ആ പച്ചയായ നനഞ്ഞ ബനിയനിട്ടുകൊണ്ട്. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ഈ നാടുമായി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വലിയ സംഗതി ചെയ്ത വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ്. ആ അംഗങ്ങളിൽപ്പെട്ട ഒരാളുടെ സംഗതി നേരത്തെ നാസർ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ നിന്നും ഷാജും സാക്കിറും കൂടിയും അത് ഏറ്റെടുത്ത് തങ്ങളെ അറിയിച്ചപ്പോൾ തങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ചെയ്യുകയും എല്ലാ പ്രവൃത്തിയിലും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഇവിടെ ദുരന്തമുണ്ടായ സമയത്ത് ഒരുപാട് ദിവസം തങ്ങൾ ഇവിടെ വരികയും ഒരുപാട് സംഗതിയിൽ ഞങ്ങളെ കൂടെ നിൽക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഒരിക്കലും പറയാൻ പറ്റാത്ത സംഗതികൾ. ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ അവര് പറയാണ്, എന്റെ വാപ്പയും ഉമ്മയും മരിച്ചു, എന്റെ 2 കുട്ടികളും മരിച്ചു, എന്റെ കുടുംബത്തിലെ 4 ആള് മരിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൽ 10 ആള് മരിച്ചു. ഓരോ ബെഡിൽ പോകുമ്പോഴും ഓരോരുത്തർക്ക് 4ഉം 5ഉം 10ഉം ആളുകൾ മരിച്ചു എന്നുള്ള റിസൾട്ടാണ് തങ്ങളും ഞാനും ഫിറോസും ഷാക്കിറും ഷാജും ഒക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഇവിടെ ഷിഹാബിനെ പോലെയുള്ള, ഇവിടുത്തെ നവാസിനെ പോലെയുള്ള, ഫസലിനെ പോലെയുള്ള, ഷുക്കൂറിനെ പോലെയുള്ള ആളുകൾ, ഇതിന് നേതൃത്വം കൊടുത്ത അബ്ബാസിനെ പോലെയുള്ള ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട നാസർ അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ്, നേരത്തെ തങ്ങളത് പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാൻ എന്താവണം, മനസ്സറിഞ്ഞ് തോന്നണം. ഞാനതിന് അർഹതപ്പെട്ടവനാണ്, കൊടുക്കേണ്ട ആളാണെന്നുള്ള തോന്നല്, മടിയില്ലാതെ കൊടുക്കാൻ, ചെറുത് പോരാ വലുതാക്കണം എന്ന് പറഞ്ഞ് അത്രയും ചെയ്താൽ നാസറിന് അല്ലാഹു എല്ലാ ഹെയറും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. എന്തായാലും ഇവിടെ ഈ സമയത്ത് കുറച്ച് സമയമുള്ളൂ, കാരണം ഒരുപാട് ആൾക്കാരെ നമുക്ക് പറയേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഇതിന് ഇപ്പോ എല്ലാ മുസ്ലിം ലീഗിന്റെ പിന്നെ അഹമ്മദ് ക, അതുപോലെ തന്നെ കേക്കാമക്ക, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ സജീവമായിട്ട് യഹിയാക്ക, അങ്ങനെ ഷിയാബ് എല്ലാരും ഉണ്ട്. അപ്പോ ഞാനത് പറയാൻ കാരണം, നമ്മളിങ്ങനെ ഉണ്ടായിട്ട് ഈ ആളുകളെ നമ്മൾ വിട്ടുപോകരുതെന്ന് വിചാരിച്ചിട്ട്. കാരണം അവരൊക്കെ ഒരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടി നിന്ന ആളുകളൊന്നുമല്ല. വളരെ ആത്മാർത്ഥമായിട്ട് ചളിയിൽ പുരണ്ട 40ഉം 50ഉം ദിവസങ്ങളായിരുന്നു ഓരോരുത്തര്. ഓരോ മയ്യത്തുകളും ഒരു കാല്, ഒരു കൈ, ഒരു തല, പൂർണ്ണമായിട്ട് ഒരു മയ്യത്ത് പോലും ആർക്കും ലഭിച്ചിട്ടില്ല. ഒക്കെ കഷ്ണങ്ങളായ ഓരോ മയ്യത്തുകളാണ്. മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരൊക്കെ എത്രയോ ദൂരത്താണ് എന്തൊക്കെ പോയി നിൽക്കുക. മൂപ്പർക്കൊക്കെ അറിയാം, മയ്യത്ത് സ്കരിക്കുന്ന സമയത്ത് വൈറ്റ് കാർഡിന്റെ കുട്ടികൾ മാത്രമാണ് അതിന്റെ അടുത്ത് നിൽക്കുള്ളൂ. ഉദ്യോഗസ്ഥരൊക്കെ മാറി ബാക്കിൽ പോയിക്കും. എന്നിട്ട് അത് കബറിലേക്ക് വെക്കുമ്പോ ആ പരിസരത്ത് ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഒരു മാസ്ക് ഇട്ടിട്ട് വൈറ്റ് കാർഡിന്റെ കുട്ടികൾ ആ കബറിലെ ബോഡിയുടെ കഷ്ണം മേടിച്ച് വെക്കുമ്പോ അത് ലാസ്റ്റ് അതിൽ നിന്നുള്ള ആ പാടക്കടലാസ് കൊട്ടി ഒഴിവാക്കിയിട്ട് മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ ആ പ്രദേശത്തിന്റെ എത്രയോ ദൂരം വരെ വലിയൊരു സ്മെല്ലാണ്. പക്ഷെ ആ സ്മെല്ലൊന്നും നോക്കാതെ എത്രയോ ആളുകളുടെ മയ്യത്ത്, മറ്റ് മതസ്ഥരുടെ ബോഡികൾ പോലും അവര് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ട് കൊടുക്കുവാനൊക്കെ വൈറ്റ് ഗാർഡ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തങ്ങള് 2022 ആ ഒരു തീരുമാനം ഇന്ന് കേരളക്കരയിൽ വലിയ അംഗീകാരം വൈറ്റ് ഗാർഡിന് ലഭിക്കുകയാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ വലുതാണ്. ഞങ്ങളെ കുട്ടികൾ അന്നത്തെ ദിവസം ഇവിടുന്ന് ബസ്സിൽ പോകുമ്പോ കണ്ടക്ടർ പൈസ മേടിക്കൂല. കണ്ടക്ടർ പറയും, നിങ്ങളെ പൈസ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും.
വൈറ്റ് ഗാർഡ് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന കണ്ട ബൈക്കുകാരെ നിർത്തിയിട്ട് എന്താണ് ആവശ്യം എന്ന് ചോദിക്കും. മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കടക്കാരൻ പറയും നിങ്ങൾ റീചാർജ് ഞങ്ങൾ വകയാണ് നിങ്ങൾക്ക്. അവരാൽ കഴിയുന്ന രീതിയിൽ അവരെ കൂട്ടുപിടിച്ച് എല്ലാ രീതിയിലും ഈ നാട് തന്നെ വലിയൊരു ബിഗ് സല്യൂട്ട് നൽകിയ ഒരു സംവിധാനമായി വൈറ്റ് ഗാർഡ് മാറിയതാണ്. പിന്നെ നമ്മൾ ആ പ്രവർത്തനത്തിലൊക്കെ കുറെ ആളുകൾ പറഞ്ഞിരുന്നു നമുക്കൊന്നും വീഡിയോ എടുക്കാൻ ആരുമില്ല, എല്ലാ സംവിധാനത്തിനും വീഡിയോ എടുക്കാൻ 2 പേരും 3 പേരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ വീഡിയോ അള്ളാഹു നല്ല രീതിയിൽ എന്താക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ക്യാമറയിൽ പെടുത്തുകയും ലോക നിലവാരത്തിലേക്ക് വൈറ്റ് ഗാർഡിനെ എത്തിക്കുകയും എല്ലാ രീതിയിലും വലിയ പ്രചരണം. നേരത്തെ തങ്ങള് പറഞ്ഞതുപോലെ എല്ലാ ഫോട്ടോത്തിലും ആരുടെയും മുഖമില്ല, എല്ലാവരുടെയും പുറത്ത് കാണുന്ന ആ വൈറ്റ് ഗാർഡ് എന്ന ചിഹ്നം മാത്രമാണ് എല്ലാ പത്രങ്ങളും മീഡിയകളിലും ഉണ്ടായിരുന്നത്. അപ്പൊ അത്രമാത്രം അവരുടെ മുഖം കാണിക്കാതെ ചെയ്തിട്ടും എല്ലാ ലോകത്തും അറിയപ്പെട്ടത് അവർക്കാണ് അംഗീകാരം ലഭിച്ചത്. ഓരോ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർക്കും ഇതിൽ നിന്നുണ്ടായ എല്ലാവർക്കും, അതുപോലെ തന്നെ വീടുണ്ടാക്കാൻ വേണ്ടി ഇവിടെ മെനക്കെട്ട ഇവിടുത്തെ നാട്ടുകാര്, ഇതിന്റെ ആളുകള് എല്ലാം കൂട്ടായ്മയോടുകൂടി ഉണ്ടായ ഈ സംവിധാനത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷാജുവും ഷാക്കിറും അവരുടെ നാട്ടുകാരനായ നാസറിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എപ്പോഴും ഷാജു ആ ഗ്രൂപ്പിലും ഇവരെ നാസർ ഷാക്കിറൊക്കെ ബന്ധപ്പെടും. അപ്പൊ എന്തായാലും അള്ളാഹു ഈ രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഉദ്ഘാടനം ചെയ്യാനും ഇത് തുറക്കാനും ചെയ്തു മനോഹരപ്പെടും. തങ്ങളെ തന്നെ അത് തുറക്കാൻ കിട്ടിയത് വലിയ സന്തോഷം. എല്ലാവർക്കും ഹൈറ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അസ്സലാമു അലൈക്കും.